എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 47-ാമത്തെ സർഗത്തിൽ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശ്ലോകങ്ങളിലൊക്കെ തന്നെ അനുഷ്ടുപ്പ് വൃത്തം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറേ സർഗങ്ങൾ എവിടെ നോക്കിയാലും അനുഷ്ടുപ്പല്ലാതെ വലിയ വൃത്തങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൃത്തങ്ങളൊന്നും വാൽമീകി മഹർഷി ഉപയോഗിച്ചതായിട്ട് കാണാനില്ല. കഥകളിങ്ങനെ പറഞ്ഞു പോകുന്നതിന് ഏറ്റവും പറ്റിയതായിട്ടുള്ള വൃത്തം, അതിൽ പ്രത്യേകിച്ച് ഭാവതീവ്രതകളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഈ ചെറിയ വൃത്തമാണ് ഉപയോഗിക്കാറുള്ളത്. പുരാണങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പതിവ്. അതുകൊണ്ടായിരിക്കണം രാമായണത്തിൽ ഒരു രാമൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറി മറ്റ് പല കഥകളിലേക്കും വ്യാപിക്കുന്നതായിട്ടാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വൃത്തം മാത്രമാണ് ആവശ്യമുള്ളൂ. അവിടെ ഒരാളുടെ ഭാവത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രസത്തെ പറ്റിയിട്ടോ ഒന്നും പറയേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോഴാണ് വലിയ വലിയ വൃത്തങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ദിതിയുടെ ഗർഭത്തെ 7ആയി പിളർക്കുകയാണ് ഇന്ദ്രൻ ചെയ്തത്. ആ 7 പേരും മാരുതൻ എന്നുള്ള വാക്കിൽ തന്നെ അറിയപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് ഇന്നത്തെ ശ്ലോകങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. അവർ 7 പേര്, അവരുടെ പേരിങ്ങനെയാണ്: ആവഹൻ, പ്രവഹൻ, സംവഹൻ, ഉദ്വഹൻ, വിവഹൻ, പരിവഹൻ, പരാവഹൻ. ഇവരാണ് സപ്തമരുത്തുക്കൾ. അപ്പോൾ അതിൽ 3 പേര് സ്വർഗലോകത്ത്, ബ്രഹ്മലോകത്ത്, ആകാശലോകത്ത്, ബാക്കി 4 പേര് ഭൂമിയിൽ ദിശകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, പല ദിക്കുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെന്നുള്ള രീതിയിലൊക്കെ വിഭാഗങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിനുശേഷം ദിതി എന്താണ് പറയണത്, ഇന്ദ്രൻ എന്താണ് അതിന് മറുപടി പറയണത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. 7-ാമത്തെ ശ്ലോകം നോക്കാം. ത്വത്കൃതേനൈവ നാംനാ വൈ മാരുതാ ഇതി വിശ്രുതാഃ തസ്യാസ്തദ്വചനം ശ്രുത്വാ സഹസ്രാക്ഷഃ പുരന്ദര ഉവാച പ്രാഞ്ജലിർവാക്യമിതീദം ബലസൂദന. ഇതിൻ്റെ അർത്ഥം, അതായത് 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആവുന്നത് 8-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി കൂടി ചേരുമ്പോഴാണ്. അതുകൊണ്ടാണ് അതുകൂടി ചൊല്ലിയത്. അങ്ങനെ ദിതി പറയാണ്: ത്വത്കൃതേനൈവ നാംനാ വൈ മാരുതാ ഇതി വിശ്രുതാഃ. ത്വത്കൃതേന, നീ ചെയ്ത പ്രവൃത്തി കൊണ്ട് തന്നെ. അതായത് 7ആക്കി വിഭജിച്ചപ്പോൾ അവിടെ ആ ഭ്രൂണം ഉറക്കെ കിടന്ന് കരഞ്ഞു പറഞ്ഞുല്ലോ. അപ്പോൾ കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതാണ് മാരുത മാരുത എന്നുള്ള ആ വാക്കുകൊണ്ട് തന്നെ അവർ പ്രസിദ്ധരായിത്തീരും. ത്വത്കൃതേനൈവ നാംനാ വൈ മാരുതാഹ ഇതി വിശ്രുതാഹ. ആ നാമം കൊണ്ട് തന്നെ പ്രസിദ്ധരായിത്തീർന്ന ഈ മരുത്തുക്കൾ, ഈ വായു 7 പേര്, സപ്തമാരുതന്മാർ, അങ്ങനെ തന്നെ പ്രസിദ്ധരാവട്ടെ എന്ന് ദിതി ആഗ്രഹിക്കുകയാണ്. അതായത് അത് ഇന്ദ്രനോട് പറയാണ്. അങ്ങനെ തന്നെ അവർ പേര് കേൾക്കണം, അവരുടെ പേര് മാരുതന്മാർ എന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അതിന് മറുപടി പറയാണ്: തസ്യാസ്തദ്വചനം ശ്രുത്വാ സഹസ്രാക്ഷ പുരന്ദര. ആ ദിതിയുടെ വാക്കുകൾ കേട്ട പുരന്ദരനായിട്ടുള്ള സഹസ്രാക്ഷൻ ഇന്ദ്രൻ എന്തു പറഞ്ഞു? ഉവാച പ്രാഞ്ജലിർവാക്യം ഇതീദം ബലസൂദന. വലസൂദനായിട്ടുള്ള, വലൻ എന്നു പേരുള്ള അസുരനെ വധിച്ചവനായിട്ടുള്ള ആ ഇന്ദ്രൻ ദിതിയുടെ മുമ്പിൽ കൈകൂപ്പി പിടിച്ചുകൊണ്ട്, പ്രാഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പ് കൈയോടെ നിന്നുകൊണ്ട്, ഇതം വാക്യം ഉവാച, ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താണ്? 8-ാമത്തെ ശ്ലോകത്തിലെ ബാക്കി ഭാഗത്തോടു കൂടി നോക്കാം. സർവമേതദ്യഥോക്തം തേ ഭവിഷ്യതി ന സംശയ വിചരിഷ്യന്തി ഭദ്രം തേ ദേവരൂപാസ്തവാത്മജാഃ. സർവമേതത് യഥോക്തം ഭവിഷ്യതി. എന്താണോ അമ്മ പറഞ്ഞത്, തേ യഥോക്തം, അങ്ങ് എന്താണോ പറഞ്ഞത്, തത്സർവം, അതെല്ലാം തന്നെ പറഞ്ഞ മട്ടിൽ തന്നെ നടക്കും. അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ സംഭവിക്കും. അവരൊക്കെ ദിവ്യ രൂപങ്ങളുള്ളവരാവും, എൻ്റെ കൂടെ നടക്കുന്നവരാവും, എൻ്റെ സംരക്ഷണം കൊണ്ട് നടക്കുന്നവരാവും, അതുപോലെ തന്നെ അവരുടെ അധിപതിയാവും ഞാൻ എന്നൊക്കെ ആവശ്യപ്പെട്ടുല്ലോ. അതുപോലെ തന്നെ നടക്കും. എന്ന സംശയ, അതിൽ യാതൊരു സംശയവുമില്ല. വിചരിഷ്യന്തി ഭദ്രം തേ, അവർക്ക് എന്തു വരും? അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, എല്ലായ്പ്പോഴും അവർ സഞ്ചരിക്കും. എങ്ങനെ? ദേവരൂപാഹ തവാത്മജാഹ, തവാത്മജാഹ ദേവരൂപാഹ സഞ്ചരിഷ്യന്തി. അമ്മയുടെ മക്കൾ 7 പേരും
ദേവരൂപം ദിവ്യന്മാരായി തീർന്നുകൊണ്ട് ഇനിയുള്ള കാലം സഞ്ചരിക്കുക തന്നെ ചെയ്യും എന്നുള്ള ആ ഉറപ്പ് ദേവേന്ദ്രൻ ദിതിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഏവം തൗ നിശ്ചയം കൃത്വാ മാതാപുത്രൗ തപോവനെ ജഗ്മതുസ്ത്രിദിവം രാമ കൃതാർത്ഥാവിധി നശ്രുതം. ഏവം തൗ മാതാപുത്രൗ നിശ്ചയം കൃത്വാ. ഇപ്രകാരം ആ അമ്മയും മകനും ദിതിയും ഇന്ദ്രനും, അവരെയാണ് അമ്മയും മകനും എന്ന് പറയണത്. ശരിക്കും അമ്മയുടെ സഹോദരിയാണല്ലോ ദിതി, അതിഥിയുടെ സഹോദരിയാണ്. അപ്പോൾ അമ്മയുടെ സ്ഥാനം തന്നെയാണുള്ളത്. അങ്ങനെ ആ അമ്മയും മകനും ഇപ്രകാരം നിശ്ചയമെടുത്തിട്ട് എവിടെ ഇരുന്നു കൊണ്ട്, തപോവനത്തിൽ, കുശപ്ലവം എന്ന് പറഞ്ഞ സ്ഥലത്തിരുന്നിട്ടാണല്ലോ ദിതി തപസ് ചെയ്തത്. അവിടെ വച്ച് ആ തപോവനത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്രകാരം നിശ്ചയമൊക്കെ ചെയ്തിട്ട് അവര് തിരിച്ചുപോയി. ജഗ്മതുസ്ത്രിദിവം രാമ കൃതാർത്ഥാവിധി നശ്രുതം. അവര് രണ്ടുപേരും ജഗ്മതു, വളരെ സന്തോഷത്തോടുകൂടി കൃതാർത്ഥന്മാരായിട്ട്, കൃതകൃത്യന്മാരായിട്ട് അവർ രണ്ടുപേരും അവരവരുടെ ലോകങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. സ്വർഗലോകത്തേക്ക് അമ്മയും മകനും പോയി. അപ്പോൾ ഈ തീരുമാനമെടുത്തത് ഈ ആശ്രമത്തിലിരുന്നു കൊണ്ട്, തപോവനത്തിലിരുന്നു കൊണ്ടാണ്. അതിനുശേഷം രണ്ടുപേരും സ്വർഗലോകത്തിലേക്ക് പോവുകയും ചെയ്തു. നഹാശ്രുതം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ വിശ്വാമിത്രൻ ശ്രീരാമനോട് കഥ പറയുകയാണല്ലോ, ഇതൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്ന കാര്യം. ഇനി എന്താണ് ഞാനിത് പറഞ്ഞത് എന്നാണെങ്കിൽ അതാണ് ആ വരിയുടെ ബാക്കി പറയാണ്. ഏഷദേശസ്സകാകുത്സ്ഥ മഹേന്ദ്രാധ്യുഷിതഃ പുരാ ദിതിം യത്ര തപസ്സിദ്ധമേവം പരിചചാരസ. ഇപ്പോൾ നമ്മൾ വർത്തിക്കുന്നതായിട്ടുള്ള ഈ ദേശമുണ്ടല്ലോ, അതായത് മിഥിലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗംഗ കടന്നെത്തിയ ആ ദേശം, അത് ആരുടെയായിരുന്നു എന്നാണല്ലോ ശ്രീരാമൻ ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഈ ദേശമാണ്, ഇവിടെ ഇരുന്നിട്ടാണ് ദിതി തപസ് ചെയ്തത്. ഇവിടെ വന്നിട്ടാണ് ദിതിയെ മഹേന്ദ്രൻ പൂജിച്ചത് അല്ലെങ്കിൽ ആരാധിച്ചത്. അതാണ് ഹേ കാകുത്സ്ഥ ഏഷ ദേശ. അല്ലയോ ശ്രീരാമ, ഇതാണ് ആ ദേശം. സഹ മഹേന്ദ്രാധ്യുഷിത, പുരാ മഹേന്ദ്രാധ്യുഷിത. പണ്ട് മഹേന്ദ്രൻ വന്ന് താമസിച്ചതായിട്ടുള്ള സ്ഥലമാണിത്. എന്തിനാണ് താമസിച്ചത്? ദിതിയെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. ദിതിം എത്ര തപസ്സിദ്ധാം, തപസ്സുകൊണ്ട് സിദ്ധി ലഭിച്ചവളായ ആ ദിതിയെ സേവിക്കാൻ വേണ്ടിയിട്ട് മഹേന്ദ്രൻ എവിടെ ഇരുന്നാണോ പരിചചാര സേവിച്ചത്, ആ തപസ് ചെയ്യുന്ന ദിതിയെ സേവിച്ചത് എവിടെയാണോ അതാണ് ഈ സ്ഥലം. നമ്മളിപ്പോൾ വർത്തിക്കുന്നതായിട്ടുള്ള ഈ സ്ഥലം ദിതിയും ഇന്ദ്രനും കൂടി താമസിച്ച സ്ഥലമാണ് എന്ന് പറയാനാണ് ഇത്രയും കഥകളൊക്കെ പറഞ്ഞു വന്നത്. എന്നിട്ട് അതിനുശേഷം ഇപ്പോൾ ഇവിടെ ആരാണുള്ളത് എന്ന് പറയാനായിട്ട് ആരംഭിക്കുകയാണ്. കുറേയധികം രാജാക്കന്മാരുടെ ഒരു പരമ്പര തന്നെയുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുകയാണ്. ഇക്ഷ്വാകോസ്തു നരവ്യാഘ്ര പുത്രഃ പരമധാർമ്മിക അലംബുഷായാമുത്പന്നോ വിശാല ഇതി വിശ്രുത തേന ചാസീതിഹസ്ഥാനേ വിശാലേതി പുരീകൃത. അതാണ് 12ാമത്തെ ശ്ലോകം. ഇവിടെ ഇക്ഷ്വാകോസ്തു നരവ്യാഘ്ര, അല്ലയോ നരവ്യാഘ്ര, അല്ലയോ ശ്രീരാമ, ഇക്ഷ്വാകോഹോ, ഇക്ഷ്വാകുവിൽ നിന്ന്, അലംബുഷായാം, അലംബുഷ എന്നു പേരുള്ള അപ്സരസില്, പരമധാർമ്മിക പുത്ര വിശാല ഇതി വിശ്രുത ഉത്പന്ന, വളരെ ധാർമ്മികനായിട്ടുള്ള ഒരു പുത്രൻ, ആ ആളുടെ പേരായിരുന്നു വിശാലൻ എന്ന്. അങ്ങനൊരു പുത്രൻ, വളരെ പ്രസിദ്ധനായിട്ട് വിശാലൻ എന്ന പേരുള്ള ഒരു പുത്രൻ ജനിച്ചു. അപ്പോൾ ആ വിശാല എന്നുള്ള പുരിയിലേക്ക് എത്തിയപ്പോഴാണല്ലോ ഈ ചോദ്യമൊക്കെ ഉണ്ടായത്. അവിടെ നിന്നാണ് ഈ കഥ പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഇക്ഷ്വാകുവിന് അലംബുഷയിൽ ജനിച്ച പുത്രനാണ് വിശാലൻ. വിശാലഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തേന ച ആസീദിഹസ്ഥാനെ, തേന വിശാലേന, ആ വിശാലൻ എന്ന പേരുള്ള പുത്രനാൽ ഇഹസ്ഥാനെ, ഈ സ്ഥാനത്ത് വന്നിട്ട് ഇവിടെ താമസിക്കുന്നവനായിട്ടുള്ള ആ പുത്രൻ, വിശാലൻ എന്നു പേരുള്ള പുത്രൻ എന്ത് ചെയ്തു? വിശാല ഇതി പുരീകൃത, ഈ സ്ഥലത്തെ വിശാല എന്നു പേരുള്ള പുരിയാക്കി തീർത്തു. അതായത് ആ വിശാലൻ എന്നു പേരുള്ള രാജാവ് തൻ്റെ പേരിൽ ഒരു നഗരം സൃഷ്ടിക്കുകയാണ്, നിർമ്മിക്കുകയാണ് ചെയ്തത്. ആ നഗരത്തിലാണ് ഇപ്പോൾ നമ്മൾ വസിക്കുന്നത്. വിശാല എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് എന്നുള്ള കഥയാണിവിടെ. ഉജ്ജയിനിയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സ്വർഗത്തിന് തുല്യമായിട്ട് സ്വർഗത്തിൽ നിന്നൊരു കഷ്ണം കൊണ്ടുവന്നത് പോലെയാണ് എന്നൊക്കെ അവിടെ പറയണ്ടായി.
ആ പുരിയെ പോലെ, സ്വർഗത്തിനെ പോലെയുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു രാജ്യമാക്കിയിട്ട് വിശാല മഹാരാജാവാണ് ഇതിനെ മാറ്റിയെടുത്തത്. എന്നിട്ട് തൻ്റെ പേരുകൂടി ആ നഗരത്തിനിടുകയാണ് ചെയ്തത്. അതാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വിശാലൻ്റെ പുത്രന്മാരെ പറ്റിയിട്ടൊക്കെ വർണ്ണനയാണ്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ത്വത്കൃതേനൈവ നാംനാ വൈ മാരുതാ ഇതി വിശ്രുതാഃ തസ്യാസ്തദ്വചനം ശ്രുത്വാ സഹസ്രാക്ഷഃ പുരന്ദരഃ ഉവാച പ്രാഞ്ജലിർവാക്യമിതീദം ബലസൂദന സർവമേതദ്യഥോക്തം തേ ഭവിഷ്യതി ന സംശയഃ വിചരിഷ്യന്തി ഭദ്രം തേ ദേവരൂപാസ്തവാത്മജാഃ ഏവം തൗ നിശ്ചയം കൃത്വാ മാതാപുത്രൗ തപോവനെ ജഗ്മതുസ്ത്രിദിവം രാമ കൃതാർത്ഥാവിധി നശ്രുതം ഏഷ ദേശഃ സകാകുത്സ്ഥ മഹേന്ദ്രാധ്യുഷിതഃ പുരാ ദിദിം യത്ര തപസ്സിദ്ധാമേവം പരിചചാരസ ഇക്ഷ്വാകോസ്തു നരവ്യാഘ്ര പുത്രഃ പരമധാർമ്മിക അലംബുഷായാമുത്പന്നോ വിശാല ഇതി വിശ്രുതഃ തേന ജാസീതിഹ സ്ഥാനേ വിശാലേതി പുരീകൃത. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.